രാവിലെ 2 കൊറിയർ വന്നതേ ഓർമ്മയുള്ളൂ. പിന്നെ രണ്ടുപേരും പൊരിഞ്ഞടിയായി. ഞാനിങ്ങനെ കണസാന്ന് ഇങ്ങനെ ചലച്ചോണ്ടിരിക്കുക കേട്ടോ. അത് കേട്ടിട്ട് ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു, മര്യാദയ്ക്ക് നിർത്തുകയോ ഇല്ലെങ്കിൽ ഞാൻ വാങ്ങി ഗ്യാസ് സ്റ്റവ് കൊണ്ട് ഒറ്റയ്ക്ക് കുടുംബം നടത്തേണ്ടി വരും, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അത് കേട്ടപാട് ഞാൻ എന്റെ കണസ അവിടെ നിർത്തി. രണ്ടുപേരും കോംപ്രമൈസ് ആയി. സംഭവം വേറൊന്നല്ല കേട്ടോ, കൊറിയർ വന്നാൽ എനിക്ക് അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ വരുമ്പോഴത്തേക്ക് ഏട്ടൻ അതെല്ലാം തന്നെ പൊട്ടിച്ച് സാധനം എല്ലാം എടുത്ത് പുറത്ത് വെച്ചു. എന്തിനാ ഏട്ടാ പൊട്ടിച്ച്, ഞാൻ വന്നിട്ട് പൊട്ടിച്ചാൽ പോരെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഈ വഴക്ക്. അതെല്ലാം പോട്ടെ, നമ്മൾ വാങ്ങിയ ഗ്യാസ് സ്റ്റവ് കാണിച്ചു തരാം കേട്ടോ. 630 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ ഈ ഒരു ഗ്യാസ് സ്റ്റവ്. നല്ല അടിപൊളി സംഭവമായിട്ട് തോന്നിയിട്ട് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇത്. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോഡക്റ്റ് ഒന്ന് നോക്കിയാലോ. കിച്ചണിൽ ഞാൻ കുഞ്ഞു കുഞ്ഞു ബോട്ടിലൊക്കെ തന്നെ വെക്കാനായിട്ടുള്ള ഒരു കിച്ചൺ റാക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റ പാടുണ്ടല്ലോ, കിളിക്കൂട് പോലെയൊക്കെ എനിക്ക് തോന്നി. പുറത്ത് വന്നപ്പോൾ സംഭവം കിളിക്കൂടല്ല, നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെ. നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് കിച്ചണിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ബോട്ടിലൊക്കെ വെക്കാനൊക്കെ ഈ സംഭവം കുഴപ്പമില്ല. 200 രൂപയെ വരുന്നുള്ളൂ. അപ്പൊ രണ്ടിന്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പൊ ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പൊ പൊട്ടേ ബൈ.